ഇനി തലസ്ഥാനത്തെ ഒരു നീന്തൽ കുളത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങ് ബീഹാറിൽ രാഹുൽ ഗാന്ധി ചാടിയത് കണ്ടു കാണുമല്ലോ. നമ്മൾ ചാടാൻ പോകുന്നത് പേരൂർക്കടയിലെ മണ്ണാമൂല കോട്ടിലക്കോണത്തെ നീന്തൽ കുളത്തിലേക്കാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ അതിപ്പോ കുറച്ച് വൈറലാണ്. എന്താണ് അവിടുത്തെ പ്രത്യേകത, അവിടെ എന്താണ് നടന്നത്, നമുക്ക് നോക്കാം. കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കി നവീകരിച്ച നീന്തൽക്കുളം. ഇങ്ങനെ ചുറ്റുമതിലൊക്കെ കെട്ടി ഇന്റർലോക്ക് ഇട്ട നടപ്പാത, ചുറ്റിലും ഫെൻസിങ്, ഒപ്പം തന്നെ സൗരോർജ്ജ ലൈറ്റുകൾ. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, ഈ നവീകരിച്ച കുളം ഉദ്ഘാടനത്തിനായി വന്ന നോട്ടീസിലെ ഒരു കുറിപ്പാണ്. ഇനി എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും ഏതാണ് ആ കുളമെന്ന്. ആ കുളം ഏതാണെന്ന് ചോദിച്ചാൽ ഇനി നമ്മൾ കാണിക്കുന്നത് ആ കുളമാണ്. മണ്ണാമൂലയിലെ ജനങ്ങൾക്കും ഒരു ചോദ്യം മാത്രമാണുള്ളത്, ഇതിലേതാണ് കുളമെന്ന്. നോക്കത്താ ദൂരത്തോളം നോക്കിയാൽ ഒരു പാടമായി തോന്നുന്നത് പോലെ ഉണ്ടല്ലേ. ഇനി ഒന്നും രണ്ടും ഒന്നും അല്ല കേട്ടാ, 1,40,00,000 മുകളിലാണ് ഈ കുളം നവീകരണത്തിനായി നഗരസഭ വഴി ചെലവാക്കിയിട്ടുള്ളത്. 1.5 കോടി മുടക്കി കോർപ്പറേഷൻ നവീകരിക്കാൻ തീരുമാനിച്ചതാണ് ഈ കുളം. നടപ്പാതയും ഫെൻസിങ്ങും സംരക്ഷണ ഭിത്തിയുമെല്ലാമായി ഉദ്ഘാടന തീയതിയും നിശ്ചയിച്ചു. പക്ഷെ കുളം മാത്രം നവീകരിക്കപ്പെട്ടില്ല. ആദ്യം 1 കോടി രൂപയാണ് അനുവദിച്ചത്. കോൺക്രീറ്റ് ഭിത്തിയും ഫെൻസിങ്ങും മറ്റും സ്ഥാപിച്ചപ്പോൾ പണം തീർന്നു. പിന്നാലെ 1/2 കോടി കൂടി അനുവദിച്ചു. ഉദ്ഘാടനം നിശ്ചയിച്ച് നോട്ടീസും ഇറക്കി. ഇങ്ങനെ ഒരു കുളം ഉദ്ഘാടനം ചെയ്യാൻ കഴിയില്ലെന്ന് പ്രതിഷേധം ഉയർന്നതോടെ ചടങ്ങ് മാറ്റി. കഴിഞ്ഞ 24-ാം തീയതി ഇതിന്റെ ഉദ്ഘാടനമാണ് നീന്തൽ കുളമായിട്ട്. ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് നീന്താൻ പോയിട്ട് ഇതിനകത്ത് ഇറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയുണ്ട്. ഈ ഒരാഴ്ചയായി 24-ാം തീയതി പറഞ്ഞിരുന്ന സംഭവമാണ്. ഇതിനിടയിൽ വേണമെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാമായിരുന്നു ഇല്ലേ. എന്നിട്ടും ഒരു MLAയും ഒരു മേയറെയൊക്കെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ. അടുത്ത നിർമ്മാണത്തിന്റെ പ്രവർത്തനോദ്ഘാടനമാണ് ഉദ്ദേശിച്ചതെന്നാണ് വാർഡ് കൗൺസിലർ പറയുന്നത്. നോട്ടീസിൽ മാറിപ്പോയതാണെന്നും വിശദീകരണം. നവീകരിക്കുന്ന പണിയാണ്. ഈ പണി ചെയ്തെല്ലാം ഇടിച്ച് പൊളിച്ചാലേ കിറ്റാച്ച് ഇറക്കാൻ പറ്റുള്ളൂ. ഇപ്പം ചെയ്ത ഇത് പൈസ ചുമ്മാ കള്ളക്കണക്ക് എഴുതി വാങ്ങിക്കുക, അത് തന്നെ ചെയ്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഉദ്ഘാടനം നടത്താനുള്ള തത്രപ്പാടിൽ നവീകരണം നടത്തിയോ ഇല്ലയോ എന്ന് പോലും നോക്കിയില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഒരുപക്ഷെ ഉദ്ഘാടകനായി എത്തേണ്ട MLAയോ മേയറോ ഒന്നും കുളം നവീകരിക്കാത്ത കാര്യം അറിഞ്ഞു കാണില്ല. പക്ഷേ കുളം നവീകരണത്തിന്റെ പേരിൽ ഈ കുളം ഇങ്ങനെ കുളമാക്കി വെച്ച ബന്ധപ്പെട്ടവരെല്ലാം ഇതിന് മറുപടി പറയണം. ഏതായാലും കുളം ഇനിയെങ്കിലും നവീകരിക്കുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.